ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. പ്രിയ കലാസ്നേഹികളെ, നടപ്പിൽ നിർമ്മലരായിരിപ്പിൻ എന്ന OBBS ചിന്താവിഷയത്തെ ആസ്പദമാക്കി വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു ലഘുനാടകം ഇമ്മാനുവേൽ. രചന തോമസ് മാത്യു തിരുവല്ല, സംവിധാനം സന്തോഷ് തങ്കച്ചൻ. മമ്മി ഇവനെന്നെ അടിക്കുവാ. നീ പൊടി, ഇവനെന്റെ കയ്യിന്ന് വിടാൻ പറ മമ്മി. വഴക്കുണ്ടാക്കാതെ വാ മക്കളെ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഇന്ന് ഞാൻ ഫസ്റ്റ് അടിക്കൂടാ. പിന്നെ ഇന്ന് ഞാനാ ഫസ്റ്റ് അടിക്കാൻ. മോനു, മീനു, ഉച്ചയ്ക്ക് ശേഷം സൺഡേ സ്കൂൾ ഉള്ളതല്ലേ, വല്ലതും ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഞാൻ കഴിക്കാൻ എടുത്തോണ്ട് വരാം. ശരി അമ്മേ. അമ്മേ, മോനു, ഇന്ന് അച്ഛൻ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഇപ്രാവശ്യത്തെ OBBS വാക്യത്തെ പറ്റി പറഞ്ഞത് നീ കേട്ടിരുന്നോ? കേട്ടിരുന്നു. 119 സങ്കീർത്തനം 9 വാക്യം, നടപ്പിൽ നിർമ്മലരായിരിപ്പിൻ എന്നതല്ലേ? അതെ അതെ. പക്ഷേ ഈ നടപ്പിൽ നിർമ്മലരായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തിയുള്ളവരായി നടക്കണമെന്നല്ലേ? ശരിക്കും എനിക്കും അതങ്ങോട്ട് മനസ്സിലായില്ല. ഒരുപക്ഷെ നമ്മൾ കുട്ടികൾ നന്നായി നടക്കണമെന്നായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാനത് നടന്നു കാണിക്കാം. എന്റെ നടപ്പ് കൊള്ളാമോന്ന് നീ ഒന്ന് പറ. നീ നടക്ക്, ഞാനൊന്ന് നോക്കട്ടെ. മീനു, എന്താ ഇത്? സൺഡേ സ്കൂൾ പുസ്തകം എടുത്ത് വായിച്ച് പഠിക്കാൻ പറഞ്ഞപ്പോ ഇതെന്തുവാ, ഫാഷൻ പരേഡ് കാണിക്കുന്നോ? അതൊന്നും അല്ലമ്മേ, ഞങ്ങൾ നല്ല നടപ്പ് പ്രാക്ടീസ് ചെയ്യുവാണ്. നടപ്പ് പ്രാക്ടീസോ? എന്ത് നടപ്പ്? ഈ അമ്മ ഇവിടെങ്ങും അല്ലേ? ഇന്ന് അച്ഛൻ പള്ളി പറഞ്ഞൊന്നും അമ്മ കേട്ടില്ല? അച്ഛൻ എന്താ പറഞ്ഞത്? ഓ, ഈ അമ്മയ്ക്കൊന്നും അറിയില്ല. ഈ പ്രാവശ്യത്തെ OBBS വാക്യം എന്താണ്? നടപ്പിൽ നിർമ്മലരായി ഇരിപ്പിൻ എന്നല്ലേ? അതുകൊണ്ട് ഞാനും മോനുവും നടപ്പ് ശരിയാക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. ഓ, അപ്പൊ അതാണ് കാര്യമല്ലേ. നടപ്പിൽ നിർമ്മലരാകൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കുന്നത് ശരിയാക്കാനല്ല. പിന്നെ എന്താണ്? കുട്ടികളായ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം നന്നാക്കണം, നന്നായി പ്രാർത്ഥിക്കണം, കള്ളം പറയരുത്, വഴക്ക് കൂടരുത്, കൂട്ടുകാരെ സ്നേഹിക്കണം, അപ്പയും അമ്മയും അനുസരിക്കണം, ജീവജാലങ്ങളോട് കരുണ കാണിക്കണം, വൃദ്ധരായവരെ ബഹുമാനിക്കണം, പാവപ്പെട്ടവരോട് മനസ്സലിവുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നടപ്പ് നിർമ്മലമാവും. അപ്പോൾ യേശുവപ്പച്ചൻ നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ബൈബിളിലെ നോഹയുടെയും മോശയുടെയും ഇയ്യോബിന്റെയും കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ യേശുവപ്പച്ചൻ പപ്പായുടെ ഈ കള്ളുകുടിയൊക്കെ മാറ്റിത്തരുമോ? തീർച്ചയായും മാറ്റിത്തരും. ഇപ്പോൾ വല്ലതും വന്ന് കഴിച്ചിട്ട് സൺഡേ സ്കൂളിൽ പോവാൻ നോക്ക്. ശരി അമ്മേ. എന്നെ വിടാൻ ഞാൻ വരുന്നില്ല. എന്നെ വിടാൻ, എന്നെ വിടാൻ. സോഫിയ മോളെ, ചക്കരെ മോളെ,
എൻ്റെ പൊന്നോ, നീ എവിടെയാ? ദേ ഇങ്ങോട്ട് വന്നേ, ഇത് ചാച്ചൻ വന്നു. എടി, നീ ഇങ്ങോട്ട് വാ. എൻ്റെ ചക്കരേ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. ഓ വന്നോ? നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഇതിയാനെ? അത് പിന്നെ ചേച്ചി, അച്ഛൻ വീട്ടിലേക്ക് വരാതെ കവലേക്ക് ഇറങ്ങി നടന്നപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കെട്ടിറങ്ങി കഴിയുമ്പോൾ അതിയാനിങ് തനിയേ വന്നേനെ. പണ്ടൊക്കെ രാത്രിയിലായിരുന്നു ഈ മദ്യപാനം. ഇപ്പോൾ പട്ട പകലും തുടങ്ങി. എൻ്റെ ഒരു വിധി, അല്ലാതെന്താ? ചാച്ചിനെ കണ്ടിട്ട് നിനക്ക് എന്താടി ഒരു മൈൻഡില്ലാത്ത? അയ്യോ, എനിക്ക് വിശക്കുന്നു. ചോറ് വല്ലതും താഴി. അല്ല, അച്ഛൻ മദ്യപാനിയാണെങ്കിലും ചേച്ചിയോട് വലിയ സ്നേഹമാണല്ലോ. പൊന്നെ, മോളെ, ചക്കര എന്നൊക്കെയാണല്ലോ വിളിക്കുന്നത്. നല്ല കാര്യം. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങേരെൻ്റെ പേര് മറന്നു പോകൂടാ. അതുകൊണ്ടാ അങ്ങനെയൊക്കെ വിളിക്കുന്നത്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല. നല്ലൊരു ഞായറാഴ്ചയായിട്ട് പള്ളിയും പട്ടക്കാരനും ഇല്ലാതെ ദൈവഹിതത്തിനെതിരായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ നീ പറയരുത്. നിന്റെ വാക്ക് കേട്ട് ഞാൻ പള്ളിയിൽ പോയതല്ലേ. അച്ഛൻ്റെ ചോദ്യം ചെയ്യൽ കൊണ്ടല്ലേ പിന്നെ ഞാൻ പള്ളിയിൽ പോകാഞ്ഞത്. അതെന്നാ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 12ആയി. അന്നെങ്ങാണ്ട് അച്ഛൻ ചോദിച്ച ചോദ്യം കൊണ്ടിരിക്കുക. എന്നാലും എന്ത് ചോദ്യമാണ് അച്ചായ അച്ഛനൊന്ന് ചോദിച്ചത്? എടാ ഉവേ, അവള് പറഞ്ഞത് സത്യമാണ്. ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല. എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസവും ഇല്ല. കുഞ്ഞുനാളിൽ എൻ്റെ അപ്പനും അമ്മയും ഉള്ള കാലത്ത് കുടുംബമായി ഞങ്ങൾ പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അവർ മുകളിലോട്ട് പോയപ്പോൾ പള്ളിയോടും ദൈവത്തോടും എല്ലാം എനിക്ക് വെറുപ്പായി, വിദ്വേഷമായി. എങ്ങനെയോ വലുതായപ്പോൾ എനിക്ക് കൂട്ടായി വന്നതാ ഈ കുപ്പി. ഇന്ന് വരെ ഇവൻ എന്നെയും ഞാൻ ഇവനെയും വിട്ടിട്ടില്ല. അത് കൊള്ളാം. അപ്പോൾ സോഫിയ ചേച്ചിയോ? അത് പിന്നെ എൻ്റെ മദ്യപാനം മാറുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബന്ധുക്കളെല്ലാം കൂടിയാണ് ആരോഗ്യമില്ലാത്ത ഇവളെ എനിക്ക് കെട്ടിച്ചു തന്നത്. എന്നിട്ടോ പാവെല്ലാം സഹിക്കുന്നു. ഹോ, അത് ശരി. എന്നിട്ട് കള്ളുകൂടി മാറിയോ? അതുമില്ല. പള്ളിയിൽ കയറുമോ? അതുമില്ല. ചേച്ചി പാവല്ലേ അച്ചായ? ആ, അത് പറഞ്ഞില്ല. ചേച്ചിയുടെ നിർബന്ധപ്രകാരം പള്ളിയിൽ കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ എന്തു ചോദ്യമാണ് അച്ചായനോട് ചോദിച്ചത്? അതോ, അത് പിന്നെ കൽപ്പനയോ മറ്റോ എത്ര ഉണ്ടെന്നാണ് എന്നോട് ചോദിച്ചത്. എന്നിട്ട് അച്ചായൻ എന്തു മറുപടി പറഞ്ഞു? ഞാൻ പറഞ്ഞു, അച്ഛാ, കൽപ്പനകൾ 3 ഉണ്ടെന്ന്. ആ, അത് നന്നായി. അത് പരിശുദ്ധ തൃത്വമാണ് അച്ചായ. ആ, അങ്ങനെ എന്തോ മറ്റോ അച്ഛനും പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ 7 മറ്റോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അത് വിശുദ്ധ കൂദാശകളാണ് അച്ചായ, 7. എന്നിട്ട് എന്തായി അവസാനം? ഞാൻ പിന്നെ പല സംഖ്യകളും പറഞ്ഞു നോക്കി. അതിലൊന്നും അച്ഛൻ വീണില്ല. അവസാനം അച്ഛൻ ദേഷ്യപ്പെട്ട് കൽപ്പന പഠിച്ചിട്ട് വന്നാൽ കുമ്പസാരിപ്പിക്കാതെന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു കിട്ടും. അല്ല, നീ പറ, കൽപ്പന എത്ര ഉണ്ടെന്ന്? അത് പിന്നെ ആർക്കാണ് അച്ചായ അറിയാത്തത്? കൽപ്പനകൾ 10 10. നീ ആ 10 തന്നെ പിടിച്ചിരുന്നു. അതിലും കൂടുതലുണ്ടടാ മോനെ. അല്ല, ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ചേച്ചി, ചേച്ചി, എന്താ ആൽബി? ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, അത് നമ്മുടെ വികാരി അച്ഛനാണല്ലോ. പൊന്നു മനുഷ്യ, അച്ഛനാണ് ഇങ്ങോട്ട് വരുന്നത്. ദയവായി നാണം കെടുത്തരുത്. ഞാനൊന്നും പറയുന്നില്ലേ. ഇനിയിപ്പോ ഈ അച്ഛനും വല്ല ചോദ്യവും ചോദിച്ചാലോ? എന്നെ പിടിച്ച്
ഞാൻ അകത്തെങ്ങാനും പോയി കിടന്നോളാം. കഴിഞ്ഞ തവണ എനിക്ക് ആ ഒന്നാമത്തെ അമ്മേ 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 ദേ ഇങ്ങോട്ട് വന്നേ. അച്ഛനും ഞങ്ങളുടെ കൂട്ടുകാരും ഒക്കെ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് കേറി വാ. വാ വാ ഇങ്ങോട്ട് കേറി വാ. അല്ല, ഇതാരൊക്കെയായി വന്നിരിക്കുന്നത്? അച്ഛനും ഒരു കുട്ടിപ്പട്ടാളവും ഉണ്ടല്ലോ. അച്ഛൻ ഇവരെല്ലാം എവിടുന്ന് കിട്ടി? സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഇവരെല്ലാം മോനുവിന്റെയും മീനുവിന്റെയും വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അവരോടൊപ്പം ഞാനും ഇങ്ങ് പോന്നു. അത് കൊള്ളാം. അച്ഛൻ ഇരിക്കി, ഞാൻ കുടിക്കാൻ എന്തേലും എടുത്തോണ്ട് വരാം. നീ നമ്മുടെ വർഗീസ് ചേട്ടന്റെ മകനല്ലേ? അതെ അച്ചോ. നിന്നെ ഇപ്പോ യൂത്ത് ലീഗിന്റെ പരിപാടിക്കൊന്നും കാണാറില്ലല്ലോ. 2 മാസമായി പരീക്ഷയുടെ തിരക്കിലായിരുന്നു അച്ഛാ. എന്നിട്ട് എന്തായി? നിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞ അച്ചോ. ഇനിയും എന്താണ് നിന്റെ പ്ലാൻ? പുറത്തുപോയി എന്തെങ്കിലും ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതുകൊള്ളാം. ഇപ്പോഴത്തെ പിള്ളേരുടെ എല്ലാം ആഗ്രഹം അതുതന്നെയാണ്. നാട് വിട്ടാലും ദൈവഭയവും പ്രാർത്ഥനയും പള്ളിയും ഒന്നും മുടക്കരുത്. സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ള തലമുറകളായി നിങ്ങൾ വളർന്നു വരണം. പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ഒന്നും മുടക്കരുത്. ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികളിൽ നിന്നും രക്ഷ നേടാനുള്ള കവചങ്ങളാണിതൊക്കെ. ആ കാര്യം മറന്നു പോകരുത്. അല്ല സോഫിയ, ജോസ് കുട്ടി എവിടെ? ഇപ്പോഴും മദ്യപാനത്തിന് ഒരു കുറവുമില്ല അല്ലേ? അത് പിന്നെ അച്ഛാ, എല്ലാം എനിക്കറിയാം സോഫി. ഉടയതമ്പരാൻ എല്ലാത്തിനും ഒരു മാറ്റം വരുത്തട്ടെ. നിന്റെയും കുട്ടികളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? ആ അതാണച്ചോ എന്റെയും ഒരു പ്രതീക്ഷ. പിന്നെ ഞാൻ വന്നത് നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ്. എന്താണച്ചാ കാര്യം പറഞ്ഞാലും. അത് പിന്നെ OVVS അടുത്തു വരികയാണല്ലോ. സമാപന ദിവസം പതിവ് പോലെ കുട്ടികളുടെ ചെറിയ സ്കിറ്റും ഡാൻസും ഒക്കെ ഉണ്ട്. മുമ്പ് കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് ഈ പ്രാവശ്യം പ്രാക്ടീസിനായി ഇവിടെ ഒരു സ്ഥലം ഒരുക്കിത്തരണം. പള്ളിയുടെ ഏറ്റവും അടുത്തുള്ള വീട് ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്ത് ബുദ്ധിമുട്ട്? കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടുത്തെ ഈ സൗകര്യങ്ങളൊക്കെ മതിയാവുകയാണെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാലാകും വിധം ഞാൻ ഇവിടെ ഒരുക്കി തരാം. എങ്കിൽ പ്രാക്ടീസിന് ഞാൻ കൊച്ചച്ഛനെയും കുട്ടികളെയും ഇങ്ങോട്ട് വിടാം. ഈ വിവരം ജോസ് കുട്ടിയോടൊന്ന് പറയാനാണ് ഞാൻ വന്നത്. അവനെന്തെങ്കിലും ബുദ്ധിമുട്ട്? അതൊന്നും ഉണ്ടാകില്ല അച്ചോ. കാര്യം മദ്യപാനിയൊക്കെ ആണെങ്കിലും കുട്ടികളെ പുള്ളിക്കാരന് വലിയ ഇഷ്ടമാണ്. വീട് നിറയെ കുട്ടികൾ വേണമെന്നുള്ള ഒരാഗ്രഹക്കാരനാണ് അദ്ദേഹം. യൗവനകാലത്തെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ ഇറങ്ങുകയാണ്. സുബോധം വരുമ്പോൾ ജോസ് കുട്ടിയോട് ഈ വിവരം പറഞ്ഞ് അനുവാദം വാങ്ങിക്കണം കേട്ടോ. ഞാൻ കൊച്ചച്ഛനോട് പറഞ്ഞേക്കാം. തീർച്ചയായും അച്ഛാ. വരൂ കുഞ്ഞുങ്ങളെ, നമുക്ക് പോകാം. ചേച്ചി, ഈ ഞാനും പോവാം. ആ ശരിയടാ. അമ്മേ അമ്മേ, ഇന്ന് സൺഡേ സ്കൂളിൽ ഉണ്ണിയേശുവിനെ പറ്റിയാണ് ടീച്ചർ പഠിപ്പിച്ചത്. ഇമ്മാനുവേൽ എന്നായിരുന്നു ഉണ്ണിയേശു ജനിക്കുമ്പോഴുള്ള പേര്. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അമ്മയ്ക്കറിയാമോ? എനിക്കറിയാം. എന്നാലും നീ പറ മീനു, അമ്മയൊന്ന് കേൾക്കട്ടെ. അത് പിന്നെ ദൈവം നമ്മോടുകൂടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കൊള്ളാമല്ലോ, നീ മിടുക്കിയാണല്ലോ. ഇനിയും അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുവാവ ഉണ്ടായ അവന് നമുക്ക് ഇമ്മാനുവേൽ എന്ന് പേരിടണം. അപ്പൊ ഉണ്ണിയേശു എന്നും നമ്മുടെ കൂടെ കാണും. അപ്പൊ നമ്മുടെ പപ്പ കുടിക്കത്തുമില്ല. പപ്പയുടെ കുടി മാറ്റാൻ നീ കണ്ടുപിടിച്ച മാർഗം കൊള്ളാലോ. പപ്പ എന്തി അമ്മേ? പപ്പ ഇത്രയും നേരവും നിങ്ങളെ നോക്കിയിരുന്നിട്ട് പോയി കിടന്നു. ഇനി പപ്പയെ ഉണർത്തണ്ട. വാ, നിങ്ങൾ പോയി ഉടുപ്പ് മാറ്റിക്കേ.
പപ്പയുടെ കുടി മാറ്റിത്തരണമേ. പപ്പായെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കണമേ. അമ്മേ, ഇന്നലെയും പപ്പായെ കണ്ടില്ലല്ലോ. ഇന്ന് കാണാമെന്നല്ലേ അമ്മ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ ആയിട്ടും ഈ പപ്പ എവിടെ പോയിരിക്കുക? ഇന്നെന്തായാലും ഞാൻ പപ്പയെ കണ്ടിട്ടേ കിടക്കത്തുള്ളൂ. മണി 8 ആയല്ലോ. പപ്പ വരേണ്ട സമയം കഴിഞ്ഞു. എന്തു പറ്റിയോ ആവോ? മക്കള് വന്ന് വല്ലതും കഴിക്കി. അപ്പോഴേക്കും പപ്പ വരും. വേണ്ട വേണ്ട, പപ്പ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഈ പപ്പയോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പപ്പ എന്താ ഇത്രയും താമസിക്കുന്നേ? ഓ, നിങ്ങളുടെ പപ്പ വന്നെന്ന് തോന്നുന്നു. ഇന്ന് പതിവില്ലാതെ കാറ് പിടിച്ചൊക്കെയാ വന്നേക്കുന്നേ. അപ്പോൾ ഇന്ന് കുറേ കുടിച്ചിട്ടുണ്ടാവും. ഇങ്ങ് വരട്ടെ. ചേച്ചി ചേച്ചി, എന്താടാ? അങ്ങേരെ തൂക്കിയെടുത്തോണ്ട് വരാനായിട്ട് ആള് വേണോ അല്ലേ? നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, അതല്ലേ കാര്യം. അതൊന്നുമല്ല ചേച്ചി. പിന്നെ അത് പിന്നെ ചേച്ചിയും പിള്ളേരും ഒന്ന് പെട്ടെന്ന് ഒരുങ്ങിക്കേ. നമുക്ക് ഒരിടം വരെ പോകാം. എവിടേക്കാ? അച്ചായൻ എന്തെങ്കിലും പറ്റിയോ? അത് എസ്റ്റേറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് ഏതോ വണ്ടി വന്ന് ഇടിച്ചെന്ന് കേട്ടു. അയ്യോ, എന്റെ ദൈവമേ, എന്തുവാണ് നീ പറയുന്നേ? എന്റെ അച്ചായൻ ആൾ സഞ്ചാരമില്ലാത്ത വഴിയായതിനാൽ കുറേ നേരം അവിടെ കിടന്നു. കുറച്ചധികം ബ്ലഡ് പോയിട്ടുണ്ട്. ഏതോ ഒരു വഴിപോക്കൻ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നാണ് അറിഞ്ഞത്. പെട്ടെന്ന് വരൂ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാം. ഇന്ന് വരാൻ താമസിച്ചപ്പോഴേ എന്റെ മനസ്സിൽ വേവലാതിയായിരുന്നു. അതിങ്ങനെയൊക്കെ ആയല്ലോ എന്റെ ദൈവമേ. ജോസൂട്ടി, ഇപ്പോൾ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? തല വല്ലാതെ വലിക്കുന്നുണ്ട്. ആ സമയത്ത് താങ്കൾ വന്നില്ലായിരുന്നുവെങ്കിൽ രക്തം വാർന്ന് ഞാൻ മരിച്ചു പോയേനെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജോസൂട്ടി. തമ്പുരാൻ ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെയും നമ്മൾ ഭൂമിയിലുണ്ടാകും. നമ്മൾ കുറേ കാലം ജീവിച്ചു എന്നതിലല്ല, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നതാണ് തമ്പുരാൻ നോക്കുന്നത്. അവിടെ നിന്നും ദാനമായി തന്ന ശരീരമെന്ന ഈ മന്ദിരം ജോസൂട്ടി കള്ളുകുടിച്ചും പുകവലിച്ചും നശിപ്പിക്കുന്നു. ഇത് കാരണം സോഫിയും കുഞ്ഞുങ്ങളും എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ജോസൂട്ടിക്കറിയാമോ? അവരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ജോസൂട്ടി ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അല്ല, അങ്ങ് ആരാണ്? എൻ്റെയും ഭാര്യയുടെയും പേരൊക്കെ അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. എനിക്ക് നിങ്ങളെ രണ്ടാളെ മാത്രമല്ല, മോനുവിനെയും മീനുവിനെയും നന്നായി അറിയാം. ജോസൂട്ടിക്ക് മാത്രമേ എന്നെ അറിയാത്തതായുള്ളൂ. കുട്ടികൾക്കും എന്നെ നന്നായി അറിയാം. അവർ നിത്യവും ജോസൂട്ടിയെയും ജോസൂട്ടിയുടെ മദ്യപാനത്തെയും പറ്റിയൊക്കെ എന്നോട് പറയാറുണ്ട്. സത്യമായും എനിക്ക് അങ്ങ് ആരാണെന്ന് മനസ്സിലായില്ല. ദയവായി അങ്ങ് ആരാണെന്ന് പറയൂ. ഞാൻ നിങ്ങളുടെ പള്ളിയിലെ ഒരു നിത്യ സന്ദർശകനാണ്. സോഫിയും കുഞ്ഞുങ്ങളും ദിവസേന പള്ളിയിൽ വരാറുണ്ടല്ലോ. അങ്ങനെയാണ് അവരുമായി കൂടുതൽ അടുപ്പമുള്ളത്. മീനുമോളാണ് ജോസൂട്ടിയെപ്പറ്റി എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ജോസൂട്ടി, നിങ്ങളിങ്ങനെ മദ്യപിക്കുന്നതിനാൽ
ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എത്രയധികം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അതുകൊണ്ട് നിങ്ങളെ രക്ഷിച്ചതിന് പ്രതിഫലമായി ഞാൻ നിങ്ങളിൽ നിന്നും ഒരു പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നു. എന്താണ് അങ്ങ് പറഞ്ഞാലും? നിങ്ങൾ ഒരിക്കലും ഇനി മദ്യപിക്കുകയില്ല എന്നൊരു ഉറച്ച തീരുമാനം ദൈവനാമത്തിലെടുക്കണം. അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും അങ്ങയുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുന്നു. ഇതുപോലെ ആജ്ഞാശക്തിയുള്ള വാക്കുകൾ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. നിശ്ചയമായും അങ്ങൊരു ദൈവദാസനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ ഒരു പുതുജീവൻ നൽകുന്നു. ഇനിയും ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല എന്ന് അങ്ങേക്ക് വാക്ക് തരുന്നു. നല്ല തീരുമാനം. ദൈവകൃപ എപ്പോഴും നിങ്ങളോടും കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അല്ല, താങ്കൾ ഇതുവരെയും താങ്കളുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ഇമ്മാനുവേൽ. നസ്രത്ത് എന്നാണ് എൻ്റെ വീട്ടുപേര്. അതുകൊണ്ട് എല്ലാവരും എന്നെ നസ്രത്തുകാരൻ എന്നാണ് വിളിക്കുന്നത്. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോൾ അങ്ങയുടെ വീട് എവിടെയാണ്? അതങ്ങ് കുറച്ച് ദൂരെയാണ്. ആ, ഞാൻ പറയാൻ മറന്നു. സോഫിയയും മക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ വരും. ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ വീട്ടിൽ വിടുമായിരിക്കും. കുറച്ച് രക്തം വാർന്നു പോയതിൻ്റെ ബോധക്ഷയമായിരുന്നു. ഇപ്പോൾ എൻ്റെ രക്തമാണ് താങ്കളുടെ സിരകളിൽ ഓടുന്നത്. എന്നാൽ ഞാൻ പോകട്ടെ. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇമ്മാനുവലെന്ന് മനസ്സിലോർത്താൽ മാത്രം മതി. ഞാൻ അവിടെ ഉണ്ടാകും. തീർച്ചയായും. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. വീട്ടുപേര് നസ്രത്ത്. വീട്ടുപേര് നസ്രത്ത്. നസ്രത്തുകാരൻ. 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 ഇമ്മാനുവേൽ. നസ്രത്തുകാരൻ. അയ്യോ, എന്ത് പറ്റി എന്റെ അച്ചായന്? പപ്പ എന്ത് പറ്റി പപ്പായ്ക്ക്? അയ്യോ, അദ്ദേഹത്തെ ഉണർത്തണ്ട. ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ്. നല്ല വേദന കാണും. പതിയെ ഉണർന്നുകൊള്ളും. ഡോക്ടറെ, എന്ത് പറ്റി എന്റെ അച്ചായന്? തലയിൽ ഒരു മുറിവുണ്ട്. പിന്നെ കൈക്കും കാലിലുമൊക്കെ ചെറിയ പരിക്കുകളും ഉണ്ട്. കുറേ രക്തം വാർന്നുപോയി. തക്ക സമയത്ത് ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ. ആരാ ഡോക്ടറെ എന്റെ അച്ചായനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ആ കൊണ്ടുവന്ന ആളെവിടെ? ഇദ്ദേഹത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നത് അയാളായിരുന്നു. വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയുമോ എന്ന് ചോദിച്ച് ഫോൺ നമ്പർ തന്നിരുന്നു. ഞാനാണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. ആ, എന്തായാലും നിങ്ങൾ എത്തിയല്ലോ. അദ്ദേഹത്തെ ശ്രദ്ധിച്ചോണേ. എങ്കിൽ ശരി. മോനെ ആൽബി, നീ ഇവരെയും കൊണ്ടുപോയിട്ട് വല്ലതും കഴിക്കാൻ മേടിച്ചു കൊടുക്ക്. നീയും വല്ലതും കഴിച്ചിട്ട് വാ. ശരി ചേച്ചി. ചേച്ചിക്കൊന്നും കഴിക്കാൻ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. നീ അവരെയും കൊണ്ട് പോയിട്ട് വാ. എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചി. അച്ചായ, എന്തു പറ്റിയതാ എന്റെ അച്ചായന്? ഇപ്പൊ ആശ്വാസം ഉണ്ടോ? നല്ല ആശ്വാസമുണ്ട്. നീ എപ്പോൾ എത്തി? കുഞ്ഞുങ്ങൾ എന്തേ? ആരാണ് നിങ്ങളെ വിവരം അറിയിച്ചത്? ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ ആൽബി അവരെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഇവിടെയുള്ളൊരു നേഴ്സാണ് അവനെ വിളിച്ച് വിവരമെല്ലാം പറഞ്ഞത്. നേഴ്സോ? അതിന് ആൽബിയുടെ നമ്പർ അവർക്ക് ആര് കൊടുത്തു? അത് കൊള്ളാം. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ആള് തന്നെയാണ് നിങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം കൊടുത്തത്.
ഇതെന്ത് പറ്റിയതാ അച്ചായ? അദ്ദേഹം ആരാണ്? ഞാൻ എസ്റ്റേറ്റിൽ കണക്കെല്ലാം കൊടുത്തിട്ട് മടങ്ങി വരാൻ അല്പം താമസിച്ചു പോയി. നേരം ഇരുട്ടി തുടങ്ങുകയും ചെയ്തു. പകൽ പോലും ആൾ സഞ്ചാരമില്ലാത്ത വഴിയല്ലേ അത്. എവിടെ നിന്നോ കുറെ കുരുത്തം കെട്ട പിള്ളേര് ജീപ്പിൽ പാഞ്ഞു വന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ സൈഡിലേക്ക് മാറുകയും ജീപ്പ് കൊണ്ട് അവന്മാർ എന്നെ ഇടിച്ചിട്ടതും പെട്ടെന്നായിരുന്നു. വണ്ടി നിർത്തി അതിലൊരുവൻ ഇറങ്ങി വന്ന് എൻ്റെ ബാഗ് എടുത്ത് വണ്ടി കയറി സ്ഥലം വിട്ടു. വീണ് കിടന്ന എൻ്റെ ശരീരത്തിൽ നിന്നും നന്നായി രക്തവും പോകുന്നുണ്ടായിരുന്നു. ബോധം മറയുന്നത് പോലെ തോന്നി. അപ്പോ ദൈവദൂതനെ പോലെ ആ മനുഷ്യൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോ മറ്റോ കൊന്നുകളഞ്ഞേനെ. എന്നിട്ട് അദ്ദേഹം എവിടെ? ആരായിരുന്നു അദ്ദേഹം? ഞാൻ മയങ്ങുന്നതിന് മുമ്പ് വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. നിന്നെയും പിള്ളേരെയും ഒക്കെ അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും പറഞ്ഞു. പള്ളിയിലെ നിത്യസന്ദർശകനാണ് എന്നാണ് പറഞ്ഞത്. പള്ളിയിൽ നിങ്ങളെ എന്നും കാണാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മീനു എൻ്റെ മദ്യപാനത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞുവെന്നും പറഞ്ഞു. അദ്ദേഹം കാണാൻ എങ്ങനെയാണ്? സംസാരമൊക്കെ എങ്ങനെ? അദ്ദേഹത്തെ കാണാൻ സുന്ദരനാണ്. നീണ്ട മുടിയും താടിയുമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ ആജ്ഞാശക്തിയുള്ളതും സ്നേഹത്തോടു കൂടിയുള്ളതുമായിരുന്നു. ഇനിയും മദ്യപിക്കില്ല എന്ന് എന്നെ കൊണ്ട് അദ്ദേഹം സത്യവും ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞാനും ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനാകുവാൻ തീരുമാനിച്ചു. നീ എന്ത് അത്ഭുതമാണ് ഈ ഉള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആ വന്നിരിക്കുന്ന വ്യക്തി ആരാണെങ്കിലും തീർച്ചയായും ദൈവസ്നേഹമുള്ള ഒരു മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ചോദിച്ചില്ലേ? അദ്ദേഹം പേരും സ്ഥലവും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ആ പേരിപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. ഇനിയും നിന്നോടൊപ്പം ഞാനും പള്ളിയിൽ വരാം. അവിടെ വെച്ച് കണ്ടാൽ ഞാൻ പരിചയപ്പെടുത്താം. എന്നാലും ആ പേരും സ്ഥലവുമൊക്കെ ഇത്ര പെട്ടെന്ന് ഞാൻ എങ്ങനെ മറന്നുപോയാവോ? ഓ, ഒന്നും ഓർമ്മയിലേക്ക് വരുന്നില്ല. ഞാനിപ്പോൾ നേഴ്സിനെ കണ്ടിരുന്നു. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, നിനക്ക് നന്ദി. അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ എളിയ കലാരൂപം ഇവിടെ പൂർണ്ണമാകുന്നു. അതിനു മുമ്പ് ഇതിൻ്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ഇമ്മാനുവൽ, സ്റ്റീഫൻ ജോൺ സിജു, ജോസുകുട്ടി, ജുവാൻ ജോസഫ് പ്രദേശ്, സോഫിയ, അക്സ മറിയം വർഗീസ്, മോനു, ഏബൽ ടോം അനീഷ്, മീനുമോൾ, നിയോറ റോസ്ലിൻ ജോർജ്, ആൽബി, ജെറോൻ വർഗീസ് ജോർജ്, വികാരി അച്ഛൻ ഏബൽ ബിനു, സഹവികാരി ക്രിസ് ബിനു, ഡോക്ടർ ഏഞ്ചൽ സാറ മാത്യു, നേഴ്സ് അയോണ അന്ന വൈദ്യൻ, OVBS സ്റ്റുഡൻസ് അബിദാൻ ജോർജ്, ജുവൽ മേരി അനിൽ,
ജോഹാൻ സി ജേക്കബ്, നീൽ ചെറിയാൻ തോമസ്. ശബ്ദം നൽകിയവർ ഇമ്മാനുവേൽ, ജോർജ് കെ വർഗീസ്, ജോസൂട്ടി, സന്തോഷ് തങ്കച്ചൻ, സോഫിയ, റെബേക്ക മാത്യു, മോനു, ഏബൽ ടോം, മീനുമോൾ, നിയോറ റോസ്ലിൻ, ആൽബി, സജിൻ ഫിലിപ്പ്, വികാരി അച്ഛൻ സൂരജ് തരകൻ, സഹവികാരി മാത്യു വർഗീസ്, ഡോക്ടർ ആഷ്യ ഷിജു, നേഴ്സ് ജോസ്ലിൻ ശരത്, രംഗസജ്ജീകരണം ലിജോ തുരുത്തേൽ, സനിൽ ജോഷുവ, ലൈറ്റ് കൺട്രോൾ സന്തോഷ് തങ്കച്ചൻ, ശബ്ദലേഖനം ഷിബിൻ പി സിദ്ദിഖ്, ഡ്രീംസ് ഡിജിറ്റൽ മീഡിയ. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് സജിൻ എം ഫിലിപ്പ്, ഷിജു വർഗീസ്, ജോസ്ലിൻ ശരത്, റെബേക്ക മാത്യു. രചന തോമസ് മാത്യു തിരുവല്ല. സഹസംവിധാനം സജിൻ ഫിലിപ്പ്. സംവിധാനം സന്തോഷ് തങ്കച്ചൻ. ഏവർക്കും നന്ദി. ഇവിടെ ആരുമില്ലേ? ഉണ്ടല്ലോ. ആരാണ്? കയറി വരൂ. പള്ളിയിൽ നിന്ന് അച്ഛനാ. ആ, അച്ഛനായിരുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് OVBS പ്രാക്ടീസിന് വരുമെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. അപ്പോൾ അവരിവിടെ ഇല്ലേ? സോഫിയും ജോസൂട്ടിയും എവിടെ പോയി? ചേച്ചിക്ക് എന്തോ ഒരു വയ്യായിക പോലെ. ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റൽ വരെ പോയതാണ്. കുറേ നേരമായി പോയിട്ട്. ഇപ്പോൾ വരാൻ സമയമായിട്ടുണ്ട്. എന്നാൽ അവർ വരട്ടെ. എന്തായാലും ഞങ്ങളൊരു പാട്ടിൻ്റെ പരിശീലനം തുടങ്ങുകയാണ്. കുട്ടികളെ, എല്ലാവരും വരൂ. എല്ലാവരും വന്ന് ഇവിടെ ലൈനായിട്ട് നിൽക്കൂ. അവിടെയല്ല, ഇങ്ങോട്ട്. ആ, അങ്ങനെ. കുട്ടികളെ, ഈ വർഷത്തെ OVBS വാക്യം എന്താണ്? നടപ്പിൽ നിർമ്മലരായിരിപ്പിൻ. ആ, അതുതന്നെ. അപ്പോൾ നടപ്പിൽ നിർമ്മലരായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നടപ്പിൽ നിർമ്മലരായി ഇരിപ്പെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിരിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക, കൂട്ടുകാരെ സ്നേഹിക്കുക. ആ, ഇനി ഞാൻ പറയാ അച്ഛാ. എന്നാൽ ഇനി മോൻ പറ. പപ്പയെയും അമ്മയെയും അനുസരിക്കുക, പ്രാർത്ഥിക്കുക, പള്ളിയിൽ മടികൂടാതെ പോവുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നടപ്പിൽ നിർമ്മലരായിരിക്കുമെന്നാണ് മമ്മി പറഞ്ഞത്. ആ, മോൻ്റെ മമ്മി പറഞ്ഞത് ശരിയായ കാര്യം തന്നെ. ദൈവേഷ്ടം പ്രവർത്തിച്ച് നിർമ്മലരായി ജീവിച്ച അനേകം ആൾക്കാരെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. അവരെ പറ്റി നമുക്കൊരു പാട്ട് പാടിയാലോ? ഇതൊരു ആക്ഷൻ സോങ് ആണ് കേട്ടോ. എല്ലാവരും ഞാൻ കാണിച്ചു തരുന്നത് പോലെ ആക്ഷൻ കാണിക്കണം കേട്ടോ. എങ്കിൽ ശരി. കർത്തൃസന്നിധേ തന്നടപ്പിൽ നിർമ്മലനായോരപ്പച്ചൻ. കർത്തൃസന്നിധേ തന്നടപ്പിൽ നിർമ്മലനായോരപ്പച്ചൻ. പഞ്ഞിമുടിയുള്ളൊരപ്പച്ചൻ, നോഹ എന്നോരപ്പച്ചൻ. പഞ്ഞിമുടിയുള്ളൊരപ്പച്ചൻ, നോഹ എന്നോരപ്പച്ചൻ. കൈമായി വന്ന് ഭൂമിയെ മൂടി പെട്ടകമങ്ങിൽ ദൈവം നോഹയെ കാത്തു, നോഹയെ കാത്തു. കൈമായി വന്ന് ഭൂമിയെ മൂടി പെട്ടകമങ്ങിൽ ദൈവം നോഹയെ കാത്തു, നോഹയെ കാത്തു. ദിന്തക 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 തോ. ദിന്തക 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 തോ. ദേശത്ത് ഇയ്യോവെന്നൊരു നൽപുരുഷൻ തന്റെ നടപ്പിൽ നിർമ്മലനായി ദൈവഹിതത്തിൽ ജീവിച്ചു. ദേശത്ത് ഇയ്യോവെന്നൊരു നൽപുരുഷൻ തന്റെ നടപ്പിൽ നിർമ്മലനായി ദൈവഹിതത്തിൽ ജീവിച്ചു. പീഡകൾ മാറ്റി രോഗവും നീക്കി സാത്താനിൽ നിന്നും ദൈവം ജോബിനെ കാത്തു, ജോബിനെ കാത്തു. പീഡകൾ മാറ്റി രോഗവും നീക്കി സാത്താനിൽ നിന്നും ദൈവം ജോബിനെ
ദിന്തക ദിന്തക തോ ദിന്തക 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 തോ. ആ നിങ്ങൾ എവിടെയായിരുന്നു? അതച്ഛാ, സോഫിയയ്ക്കൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അച്ഛാ അച്ഛാ, എന്റെ മമ്മിയുടെ വയറ്റിലൊരു കുഞ്ഞുവാവയുണ്ട്. ആഹാ, അത് കൊള്ളാമല്ലോ. മോളോട് ഇതാര് പറഞ്ഞു? ഇപ്പോൾ മമ്മി പറഞ്ഞു. പിന്നെ ആ കുഞ്ഞുവാവയുടെ പേര് എന്താന്ന് അച്ഛൻ അറിയാമോ? ഓഹോ, ഇപ്പോൾ തന്നെ നീ പേരും കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? എന്താണ് ആ പേര്? മീനുമോള് തന്നെ പറഞ്ഞാട്ടെ. ദൈവം നമ്മോട് കൂടെ, അതായത് ഇമ്മാനുവേൽ. എന്താണ് മീനുമോളെ, മോളാ പേര് ഒന്നുകൂടെ പറഞ്ഞേ. ഇമ്മാനുവേൽ. സോഫി, അച്ഛാ, ഈ പേരാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ തേടി നടന്നത്. ഇപ്പോൾ എനിക്കെല്ലാം ഓർമ്മ വരുന്നു. ഞാൻ അപകടത്തിൽപ്പെട്ടപ്പോ എന്നെ ഒരാൾ രക്ഷിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ആളുടെ പേരും ഇമ്മാനുവേൽ എന്നായിരുന്നു. നസറത്ത് എന്നായിരുന്നു വീട്ടുപേര്. ഇപ്പോ പള്ളിയിൽ പോകുന്ന എല്ലാ ദിവസവും ഈ പേരുള്ള ആളുടെ മുഖം ഞാൻ തിരയാറുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സോഫിയ, ഈ പേരുള്ള ആളിനെ നിനക്കറിയാമോ? ജോസൂട്ടി, നീ അറിയാത്ത ആ ഇമ്മാനുവേലിനെ സോഫിയ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അറിയും. അത് ആ നസ്രേത്തുകാരനായ യേശു അല്ലാതെ മറ്റാരാണ്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നിന്നെ വീണ്ടും ജീവിപ്പിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനായി അവൻ, ആ ഇമ്മാനുവേൽ, എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ദൈവം നമ്മോടു കൂടെ, യഹോവയാ ദൈവം നമ്മോടു കൂടെ, എമ്മാനുവേൽ എമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടെ, ദൈവം നമ്മോടു കൂടെ, യഹോവയാ ദൈവം നമ്മോടു കൂടെ, എമ്മാനുവേൽ എമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടെ.